السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على النبي المصطفى وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. രണ്ടാമത്തെ സെമസ്റ്ററിലെ ആദ്യത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ അൽ കുല്ലിയാത്തുൽ ഹംസിലെ മൂന്നാമത്തെ ഇനമായ ഫസലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായി ജിൻസിനെക്കുറിച്ചും നൗഇനെക്കുറിച്ചും വിശദമായി തന്നെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഒന്ന്, ഫസലിൻ്റെ തഅരീഫ്. രണ്ട്, എന്താണ് ഫസ്ല് എന്നതിനെക്കുറിച്ച്, ഫസ്ലായി വരേണ്ടത് എന്താണ് എന്നതിനെക്കുറിച്ച് ഇമാം ഫഖ്റുദ്ദീനുർ റാസി, ഇമാം കുതുബുദ്ദീനുർ റാസി, അൽ മുഹക്കിഖ് തൂസി എന്നിങ്ങനെ 3 പേർ ഉൾക്കൊള്ളുന്ന ഒരു ചർച്ചയാണ്. അവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചർച്ച. ഈ രണ്ടു കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പാഠഭാഗത്തിലൂടെ ചർച്ച ചെയ്യാം. നേരെ പാഠത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الثالث الفصل وهو المقول على الشيء في جواب أي شيء هو في ذاته. മൂന്നാമത്തെ ഇനം ഫസ്ലാണ്. ഫസ്ൽ എന്ന് പറഞ്ഞാൽ അൽ മഖൂലു അല ഷൈ, ഒരു വസ്തുവിനെക്കുറിച്ച് പറയുന്നതിനെയാണ്, ഫസ്ൽ എന്ന് വിളിക്കുന്നത്. എപ്പോൾ? ഫി ജവാബി, ഉത്തരമായിട്ട് പറയും. എന്താണപ്പോൾ ചോദ്യം? അയ്യു ഷൈഇൻ ഹുവ ഫി ദാത്തിഹി, ഈ വസ്തു അതിൻ്റെ ദാത്തിൽ ഏതു വസ്തുവാണ്? എന്ത് എന്നല്ല, ഏത്. അയ്യ് എന്നുള്ളത് പ്രധാനമാണ്, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട. കാരണം മാഹുവ അല്ലേ, ദാത്തിൽ ഒരു വസ്തു എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ടാണ് ഒന്നുകിൽ ജിൻസ് അല്ലെങ്കിൽ നൗ വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ചോദ്യം എന്താണ് എന്നല്ല, ഏതാണ് എന്നാണ്. അതിനുള്ള ഉത്തരമായിട്ടാണ് ഫസ്ല് വരിക. കാര്യം മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഈ മാഹുവ എന്നുള്ളതും അയ്യ് എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്നൊക്കെ നമുക്ക് പറയാനുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയ്യു ഷൈഇൻ ഇഅ്ലം അന്ന കലിമത അയ്യ് മൗളൂഅത്തുൻ ഫിൽ അസ്ലി ലിയത്ലുബ ബിഹി മാ യുമയ്യിസു ഷൈഅ അമ്മാ യുശാരിക്കുഹു ഫീമാ ഉളീഫ ഇലൈഹി ഹാദിഹിൽ കലിമ. അന്ന കലിമത അയ്യ് എന്ന വാക്ക് മൗളൂഅത്തുൻ, അത് വെച്ചിരിക്കുന്നത് ഫിൽ അസ്ലി, ഒറിജിനലി, തത്വത്തിൽ ശരിക്കും വെച്ചിട്ടുള്ളത് എന്തിനാണ്? സാധാരണ പോലെ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടല്ല, വാട്ട് എന്നല്ല, വിച്ചാണ് അല്ലേ. വിച്ച് എന്നുള്ള വാക്ക് ശരിക്കും ഭാഷാർത്ഥത്തിൽ തന്നെ വെച്ചിട്ടുള്ളത് ലിയത്ലുബ ബിഹാ മാ യുമയ്യിസു ഷൈഅ അമ്മാ യുശാരിക്കു, അതിൻ്റെ മുശാരിക്കായ, അതിൻ്റെ പങ്കാളികളായ ആളുകളിൽ നിന്ന് ഇതിനെ മാത്രം വേർതിരിച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു കൂട്ടം, ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാത്രം വേർതിരിച്ചെടുക്കാനാണ് ഏതാണ് എന്ന് ചോദിക്കുക. എന്താണെന്ന് ചോദിക്കുന്നത് ഇത് ഏത് കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മനസ്സിലാവണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. ഇൻസാന് എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഹയവാന് എന്നാണ്, ഒരു ജീവിയാണ്. മനുഷ്യൻ എന്താണ്? ഓക്കെ. മറിച്ച് മനുഷ്യൻ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മാറും. അപ്പം നാത്തിക്ക് എന്നായിരിക്കും ഉത്തരം. ഓക്കെ, കാരണം ഇൻസാന് എന്നുള്ളത് ഹയവാനി എന്ന് പറയുന്ന വലിയൊരു കൂട്ടത്തിൽ നിന്നും ഇൻസാനിനെ മാത്രം വേർതിരിച്ച് കിട്ടുക എന്നുള്ളതാണ് അയ്യ് എന്ന ചോദ്യത്തിൻ്റെ താല്പര്യം. ആ താല്പര്യത്തിനനുസരിച്ചാണ് പിന്നെ നമ്മൾ ഉത്തരം പറയേണ്ടത്. അല്ലാതെ എന്ത് എന്നുള്ള ചോദ്യത്തിനും ഏത് എന്നുള്ള ചോദ്യത്തിനും ഹയവാനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഏലം അന്ന കലിമത്ത അയ്യ് എന്നുള്ളത് മൗളൂഅത്തുൻ ഫിൽ അസ്ലി, അത് ഭാഷാർത്ഥത്തിൽ തന്നെ വെച്ചിരിക്കുന്നത് ലിയത്ലുബ ബിഹ, അതുകൊണ്ട് നമ്മൾ തേടാൻ വേണ്ടിയാണ്. മാ യുമയ്യിസു ഷൈഅ, ആ വസ്തുവിനെ വേർതിരിക്കുന്ന എന്തിൽ നിന്ന്? അമ്മാ യുശാരിക്കുഹു, അതിൻ്റെ പങ്കാളികളായ, ഇൻസാനിൻ്റെ പങ്കാളികളായ ഫറസ്, ഗനം, ഹിമാർ, ബിഗാലിൽ നിന്നൊക്കെ. ഏത് കാര്യത്തിൽ? ഫീമ, ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ, ഉലീഫ ഇലൈഹി ഹാദിൽ കലിമത്തു, ആ ഒരു വിഷയത്തിലേക്കാണ് ഈ വാക്ക് ചേർത്തപ്പെട്ടിരിക്കുന്നത്. അഥവാ ഹയവാനിൽ നിന്ന് ഈ ആളുകളേക്ക് വേർതിരിക്കുക എന്നുള്ളത്. മസലൻ, ഉദാഹരണം പറഞ്ഞാൽ, ഇദാ അബ്സ്വർത ശൈഅൻ മിൻ ബഈദിൻ, നിങ്ങളൊരു വസ്തുവിനെ വിദൂരത്ത് നിന്ന് കണ്ടു, ഒരു വിദൂര ദൃശ്യം. വ തയക്കൻത അന്നഹു ഹയവാൻ, നിങ്ങൾക്ക് മനസ്സിലായി അതൊരു ജീവിയാണ്, കാരണം അനക്കമുണ്ട്.
ലാക്കിൻ തറദ്ദത്ത ഫി അന്നഹു ഹൽ ഹുവ ഇൻസാനുൻ ഔ ഫറസുൻ ഔ ഗൈറുഹുമ. പക്ഷെ ഒരു സംശയം, ജീവിയാണെന്ന് മാത്രമേ ബോധ്യപ്പെട്ടിട്ടുള്ളൂ, ഇത് മനുഷ്യനാണോ, കുതിരയാണോ, കഴുതയാണോ, മറ്റെന്തെങ്കിലുമാണോ? അപ്പോഴാണ് ചോദ്യം. അപ്പോൾ പിന്നെ ചോദ്യം എന്തല്ല, മാഹുവ എന്നല്ല, അത് എന്താണ് എന്നല്ല. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല അവിടെ. പിന്നെ അയ്യോ ഹയവാനിൻ ഹാദ എന്നാണ് ചോദ്യം. ജീവിയാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലായി, പിന്നെ മാഹുവ എന്ന് ചോദിച്ചിട്ട് എന്താ കാര്യം? പിന്നെ ചോദിക്കേണ്ടത് അയ്യോ ഹയവാനിൻ ഹാദ, അത് ഏതു ജീവിയാണെന്നാണ്, ഏതു ജീവിയാണ്. ഫയുജാബു അൻഹു, അപ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായി പറയും ബിമാ യുഹസ്സിസുഹു, ജീവികളിൽ നിന്ന് ആ വസ്തുവിനെ മാത്രം, എന്താണോ അത് ആക്ച്വലി നമ്മൾ ആ ദൂരത്തു നിന്ന് കാണുന്ന സാധനം ശരിക്കും എന്താണോ അതിനെ വേർതിരിക്കുന്ന ഒന്ന്, പ്രത്യേകമാക്കുന്ന വയുമയ്യിസുഹു അൻ മുഷാറക്കാത്തി ഫിൽ ഹയവാനി, ഹയവാനി എന്ന് പറയുന്ന കോമൺ പ്ലാറ്റ്ഫോമിൽ ഈ വസ്തുവിൻ്റെ പങ്കാളികളായ മറ്റു വസ്തുക്കളിൽ നിന്നെല്ലാം ഇതിന് വേർതിരിവ് കൊടുക്കുന്ന ഒരു മറുപടിയായിരിക്കണം കൊടുക്കേണ്ടത്. ഇതാ അറഫ്തഹാദ, അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫനഖൂലു, അപ്പം നമ്മൾ പറയും ഇതാ കുൽന, ചോദിച്ചാൽ, ചോദ്യം ചോദിച്ച് നമ്മൾ ഉത്തരമായിട്ട് പറയും അൽ ഇൻസാനു അയ്യു ഷൈഇൻ ഹുവ ഫീ ദാത്തിഹി, മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ ദാത്തിൽ ഏതു തരം വസ്തുവാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ നഖൂലു മറുപടിയായി പറയും കാനൽ മത്ലൂബ് ദാത്തിയ മിൻ ദാത്തിയാത്തിൽ ഇൻസാനി, അത് ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം മനുഷ്യൻ്റെ ദാത്തുകളിൽ നിന്ന് ഏതോ ഒരു ദാത്തിനെയാണ് ഇത് തേടുന്നത്. ഈ ചോദ്യം യുമയ്യിസുഹു, മനുഷ്യനെ വേർതിരിക്കും, അമ്മ യുഷാരിക്കുഹു ഫി ഷൈഇയത്തി, ഈ ഷെയ് എന്ന അല്ലെങ്കിൽ ഈ ഹയവാനി എന്നുള്ള കാര്യത്തിൽ അതിനോട് പങ്കാളികളായ മറ്റു വസ്തുക്കളിൽ നിന്നെല്ലാം ഇതിനെ വേർതിരിക്കുന്ന, എന്നാൽ ഇൻസാൻ്റെ ദാത്തിയാത്തിൽപ്പെട്ട ഒരു വസ്തുവിനെയാണ് ഈ ചോദ്യം കൊണ്ട് ചോദിക്കുന്നത് എന്ന് നമ്മൾ പറയും. ഫയസിഹു അൻ യുജാബ, അപ്പോൾ നമുക്കതിന് ഉത്തരമായിട്ട് പറയാം ഹയവാനു നാത്തിഖ്, നാത്തിക്കായ ജീവിയാണ്. ചോദ്യം എന്താണ്? അൽ ഇൻസാനു അയ്യു ഷൈഇൻ ഹുവ ഫീ ദാത്തിഹി, മറുപടി എന്താണ്? ഹയവാനുൻ നാത്തിഖുൻ. അങ്ങനെ മറുപടി പറയാം. അതേപോലെ തന്നെ കമാ യസിഹു അൻ യുജാബ ബി അന്നഹു നാത്തിഖുൻ, വെറും നാത്തിഖ് എന്നും മറുപടി പറയാം. ഓക്കെ, ഇത്രയുമായാൽ നമ്മുടെ താരീഫ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചർച്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഫസലായിട്ട് വരാൻ പറ്റുന്നത്, ഉദാഹരണം ഇൻസാൻ്റെ ഫസലായിട്ട് വരാൻ പറ്റുന്നത് ഹയവാനു നാത്തിഖ് എന്നും വരാം, നാത്തിഖ് എന്നും വരാം, വെറും നാത്തിഖ് എന്നും വരാം. ഇങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം. ആ പ്രശ്നം എന്താണ്? അതാണ് ആദ്യം പറയുന്നത്. ഫയൽസമു സിഹത്ത് വുക്കൂ ഇൽ ഹദ്, ഹദ് താമ്, ഹദ് നാക്കിസ്, റസ്മ് താമ്, റസ്മ് നാക്കിസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അതിൽ ഹദ് താമ് എന്തായിരുന്നു? ജിൻസ് കരീബ് പ്ലസ് ഫസൽ കരീബ് അല്ലേ? അപ്പോൾ ഇൻസാൻ്റെ ജിൻസ് കരീബും ഫസൽ കരീബും കൂടി ഹദ് താമ് എന്തായിരിക്കും? ഇൻസാൻ്റെ അത് ഹയവാനു നാത്തിക്കാണ്. അവൻ്റെ ഫസലോ അതും ഹയവാനു നാത്തിക്കാണ്. എങ്ങനെ? ഇൻസാൻ്റെ ഹദ് താമ് എന്താണ്? ഹയവാനു നാത്തിക്ക്. ഇൻസാൻ്റെ ഫസലോ അതും ഹയവാനു നാത്തിക്ക്. അപ്പോൾ രണ്ടും ഒന്നോ എന്നൊരു പ്രശ്നം വരുന്നില്ലേ എന്നാണ് ചോദ്യം. ഫയൽസമോ, അപ്പോൾ ഇവിടെ വരും, നിർബന്ധമൊന്നല്ല, ഇവിടെ വരേണ്ടി വരും. സിഹത്ത് വുക്കൂ ഉൽ ഹദ്ദി, ഹദ് ഉണ്ടല്ലോ, ഹദ് താമ്, അത് ശരിയാവേണ്ടി വരും. ഫി ജവാബി അയ്യു ഷൈഇൻ ഹുവ ഫീ ദാത്തിഹി, ഫസലിൻ്റെ ചോദ്യമായ അയ്യു ഷൈഇൻ ഹുവ ഫീ ദാത്തിഹി എന്നുള്ളതിൽ മറുപടിയായിട്ട് ആരുകൂടി വരേണ്ടി വരും? ഹദ് താമ് വരേണ്ടി വരും. വ ഐലൻ, പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. യൽസമു അല്ലാ യകൂന തഅരീഫുൽ ഫസലി, ഫസലിൻ്റെ തഅരീഫ് ആവാതിരിക്കേണ്ടിയും വരും. മാനി അല്ലി സിദ്ഖിഹി അലൽ ഹദ്ദി, ഹദ്ദിൻ്റെ മേൽ, ഹദ്ദിൻ്റെ തഅരീഫ് ആവാതിരിക്കേണ്ടി, അതിനെ തടയാതിരിക്കേണ്ടി വരികയും ചെയ്യും. മനസ്സിലായോ? രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് അയ്യു ഷൈഇൻ ഹുവ ഫീ ദാത്തിഹി എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ആര് വരും? ഹദ് താമ് വരും. രണ്ടാമത്തതോ ഫസലിൻ്റെ തഅരീഫ് ആരുടെ കൂടി തഅരീഫായിട്ട് വരും? ഹദ്ദിൻ്റെ കൂടി തഅരീഫായിട്ട് വരും. അങ്ങനെ പ്രശ്നമുണ്ട്, രണ്ട് പ്രശ്നമുണ്ട്. വഹാദാ മിമ്മസ്തശ്കലഹുൽ ഇമാമുർ റാസി, ഇതൊരു ചോദ്യത്തിനുള്ള സാധ്യതയുള്ള ഭാഗമാണ്. മുൻകഴിഞ്ഞ ചോദ്യ പേപ്പറുകളിലെല്ലാം വന്ന ഒരു ചോദ്യമാണ്. വഹാദാ മിമ്മസ്തശ്കലഹുൽ ഇമാമുർ റാസി, ഇവിടെയാണ് ഇമാം റാസിക്ക് വല്ലാതെ സംശയം കുടുങ്ങിയത്. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ചോദ്യം. ആദ്യം പ്രശ്നം മനസ്സിലായോ? ആ പ്രശ്നം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ആവർത്തനമാണ് പ്രധാനം. അതുകൊണ്ട് ഇവിടെയുള്ള പ്രശ്നം ഒന്നിതാണ്, ഫസിലിന് തഅരീഫ് പറഞ്ഞപ്പോൾ ഹദ് താമും അഥവാ ഹയവാനു നാത്തിക്ക് എന്ന് പറയുന്ന ഹദ് താമും അതുപോലെ തന്നെ ഫസലായ നാത്തിക്ക് എന്നുള്ളത് രണ്ടും വരികയാണ്. ഓക്കെ, രണ്ടും വരുന്ന പ്രശ്നമുണ്ടായി. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അയ്യു ഷൈഇൻ ഹുവ ഫീ ദാത്തിഹി എന്ന മറുപടിയിൽ ഹദ് വരേണ്ടി വരുന്നു. രണ്ട്, ഫസലിൻ്റെ താരീഫ് ആർക്ക് കൂടി ബാധകമാവേണ്ടി വരുന്നു?
ഹദ്ദിന് കൂടി ബാധകമാവേണ്ടി വരുന്നു. ഇത് ഇമാം റാസിക്ക് വല്ലാത്ത സംശയം തോന്നി. അങ്ങനെയാണ് ഇമാം റാസിയുടെ പിന്മുറക്കാരനായ ഖുതുബുദ്ദീൻ റാസി ഇതിനൊരു മറുപടി നൽകുന്നത്. അപ്പോൾ ഫിഹാദൽ മക്കാമി, ഈ സ്ഥലത്ത് ഇമാം റാസിക്ക്, ഫഖ്റുദ്ദീൻ റാസിക്ക് സംശയം വന്നു. വ അജാബ അൻഹാദ, അപ്പോൾ അതിനു മറുപടി നൽകി സാഹിബുൽ മുഹാക്കമാത്ത് ഖുതുബുദ്ദീൻ റാസി. അദ്ദേഹം എന്താ പറഞ്ഞത്? ബി അന്ന മഅന അയ്യ് എന്നുള്ളതിൻ്റെ അർത്ഥം വ ഇൻകാന ബി ഹസ്ബിൽ ലുഗത്തി, ലുഗത്ത് നിലക്ക് നോക്കുകയാണെങ്കിൽ തലബൽ മുമയ്യിസ മുത്തലക്ക, മുമയ്യിസിനെ തേടുന്നു, അഥവാ മുഷാറക്കാത്തിൽ നിന്ന് മറ്റുള്ള പങ്കാളികളിൽ നിന്നെല്ലാം ഇതിനെ മാത്രം വേർതിരിക്കുക എന്നുള്ളതിനെ തേടുന്നുണ്ടെങ്കിലും ലാക്കിന്ന അർബാബൽ മഅഖൂലി, മന്തിക്കിൻ്റെ ആളുകൾ ഇസ്തുലഹു, ഇത് നേരത്തെ പറഞ്ഞ ലുഗവിയായ ചർച്ചയാണ്. ഇനി ഇസ്തുലാഹിയായ ചർച്ചയിൽ അവർ പറയുന്നത്, അവരെന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ അല അന്നഹു ലി തലബി മുമയ്യിസിൻ, ഇത് മുമയ്യിസിനെ തേടുക മൂലം ലാ യകൂനു മഖൂലൻ ഫി ജവാബി മാഹുവ, മാഹുവ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഇത് വരാൻ പാടില്ല. അയ്യു ഷൈഇൻ ഹുവ ഫീ ദാത്തിഹി എന്നുള്ളതിൻ്റെ മറുപടി മാഹുവ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് വരാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ വബിഹാദ യഖ്റുജുൽ ഹദ്ദു വൽ ജിൻസു, ഹദ്ദും ജിൻസും ഇതിൻ്റെ മറുപടിയായിട്ട് പറയാൻ പറ്റൂല എന്ന് ആര് പറഞ്ഞു? ഖുതുബുദ്ദീൻ റാസി. എന്താ മറുപടി എന്ന് മനസ്സിലായോ? അയ്യു ഷൈഇൻ ഹുവ ഫീ ദാത്തിഹി എന്നുള്ളതിൻ്റെ മറുപടിയായിട്ട് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത് നാത്തിക്ക് എന്നും പറയാം, ഹയവാനു നാത്തിക്ക് എന്നും പറയാം എന്നാണ്. പക്ഷേ അപ്പോൾ അവിടെ ഫഖ്റുദ്ദീൻ റാസിക്ക് ഒരു സംശയം വന്നപ്പോൾ ഖുതുബുദ്ദീൻ റാസി അതിന് സൊല്യൂഷൻ കൊണ്ടുവന്നതാണ് അയ്യു ഷൈഇൻ ഹുവ ഫീ ദാത്തിഹി എന്നുള്ളതിൻ്റെ മറുപടിയായിട്ട് നാത്തിക്ക് എന്ന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ആ തമ്മീസിനെ തേടുന്നത് കൊണ്ട്. അല്ലാതെ മാഹുവ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നതൊന്നും അയ്യു ഷൈഇൻ ഹുവ ഫീ ദാത്തിഹി എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹദ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരാൻ പറ്റില്ല. ഹയവാനു നാത്തിക്ക് എന്ന് മറുപടി കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആർക്ക്? നമ്മുടെ ഷാരിഹിനാണ് തൃപ്തിയായില്ല. എന്നിട്ട് മൂപ്പര് പറയാണ് വലിൽ മുഹക്കിഖ് തൂസി, മുഹക്കിഖ് അത്തൂസി, ആളും ഷിയ വിഭാഗക്കാരനാണ്, നമ്മുടെ ഷാരിയും ഷിയ വിഭാഗക്കാരനാണ്. തൂസി പറയുന്നത് ഹാഹുന മസ്ലക്കുൻ ആഖർ വ അദഖ് വ അത്കൻ, മുഹക്കിഖ് തൂസി ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ഗംഭീരമായ, ഏറ്റവും സൂക്ഷ്മമായ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം നേരെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്തിനാണ് ഇത്രയൊക്കെ ചർച്ച ചെയ്യാനുള്ളത്? എന്തിനാ അത്ര ചർച്ച ചെയ്യാനുള്ളത്? ഒരു അയ്യു ഷെയ്ഇൻ ഹുവ ഫീ ദാത്തിഹി നല്ല ചോദ്യം. ആ ഷെയ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ജിൻസാണ്. ഇപ്പോൾ ഇൻസാനെ കുറിച്ചാണ് ചോദിക്കണമെങ്കിൽ ഇൻസാനെ കുറിച്ച് അയ്യു ഷെയ്ഇൻ ഹുവ ഫീ ദാത്തിഹി എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, അയ്യു ഹയവാനിൻ ഹുവ ഫീ ദാത്തിഹി എന്നാണ്. ഹയവാൻ ഓൾറെഡി അവിടെ വന്നു, ഇനി പിന്നെ ഹയവാനു നാത്തിക്ക് എന്ന് പറയണ്ട. എന്തിനാ അത് ഇത്രയൊക്കെ ചർച്ച ചെയ്ത് കൊളാക്കണമെന്ന് മൂപ്പര്? പിന്നെ നാത്തിക്ക് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അന്നാ ലാ നസ്അലു അനിൽ ഫസ്ലി, നമ്മൾ ഫസ്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്, ചോദ്യം ചോദിക്കുന്നത് തന്നെ എപ്പോഴാണ്? ഇല്ലാ ബഅദ അൻ നഅലമ അന്ന ലിശൈഇ ജിൻസ, ആ വസ്തുവിന് ഒരു ജിൻസ് ഉണ്ട് എന്ന് മനസ്സിലായതിന് ശേഷമാണ്. ബിനാ അൻ അല അന്നമാല ജിൻസ് ലഹു, കാരണം ജിൻസ് ഇല്ലാത്ത ഒരു വസ്തുവിന് ലാ ഫസ്ല ലഹു, അതിന് ഫസ്ലും ഉണ്ടാവില്ല അല്ലേ? ഒരു വസ്തുവിന് ഫസ്ൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം അതിനുണ്ടാവേണ്ടത് ജിൻസാണ്. വൈദ അലിംന ഷൈഅ ബിൽ ജിൻസ്, അപ്പം ഇൻസാനിന് ഫസ്ൽ വേണമെങ്കിൽ ആദ്യം ഇൻസാനിന് ആര് വേണം? ജിൻസ് വേണം. വൈദ അലിംന ഷൈഅ ബിൽ ജിൻസി, അപ്പോൾ ഇൻസാനിനെ നമ്മൾ മനസ്സിലാക്കി ബിൽ ജിൻസി, അതിൻ്റെ ജിൻസായ ഹയവാനെ കൊണ്ട്. ഫനത്തുലുബു, അപ്പോൾ ആദ്യം നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. ഫനത്തുലുബുമായി മയ്യിസുഹു അനിൽ മുഷാറക്കാത്തി, അപ്പം പിന്നെ എന്നിട്ട് ഈ ഹയവാനി എന്ന് പറയുന്ന ജിൻസിൽ നിന്ന് ഈ വസ്തുവിനെ അല്ലേ, ഈ വസ്തുവിനെ വേർതിരിക്കുന്ന കാര്യമാണ് നമ്മൾ തേടുന്നത്. ഫീദാലിക്കൽ ജിൻസി, ഈ ജിൻസിൻ്റെ ഉള്ളിൽ നിന്ന്. ഫനഖൂലു, അപ്പോൾ നമ്മൾ ചോദിക്കും അൽ ഇൻസാനു അയ്യു ഹയവാനിൻ ഹുവ ഫീ ദാത്തിഹി, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതു തരം ജീവിയാണ്? ഫതഅയ്യനൽ ജവാബു ബിൻ നാത്തിക്ക്, അപ്പോൾ മറുപടി നാത്തിക്ക് എന്ന് ഒറ്റക്കായി ചുരുങ്ങും. ലാ ഗൈറു, വേറൊന്നും ഉണ്ടാവില്ല. അതിലിപ്പോൾ എന്തത്ര ചർച്ച ചെയ്യാനുള്ളത്? അതിലിപ്പോൾ എന്തത്ര സംശയിക്കാനുള്ളത്? കലിമത്തു ഷെയ്ഇൻ ഫി തഅരീഫി, അപ്പോൾ അയ്യു ഷെയ്ഇൻ ഹുവ ഫീ ദാത്തിഹി എന്നുള്ള ഷെയ് ഉണ്ടല്ലോ, ആ ഷെയ് കിനായത്തുൻ, ഒരു സൂചനയാണ് അനിൽ ജിൻസിൽ മഅലൂം, നമുക്ക് അറിയപ്പെട്ട ജിൻസിൻ്റെ. അപ്പോൾ ജിൻസിൻ്റെ പകരമായിട്ടാണ് അവിടെ ഷെയ് എന്ന് വന്നിട്ടുള്ളത്. യത്ലുബുമാ യുമയ്യിസു ഷെയ് അനിൽ മുഷാറക്കാത്തി ഫീ ദാലിക്കൽ ജിൻസി, അപ്പോൾ ആ ചോദ്യം വഴി നമ്മൾ ചോദിക്കുന്നത് ഈ ജിൻസിൻ്റെ ഉള്ളിൽ ഈ വസ്തുവിൻ്റെ മുഷാറക്കാത്തായ സാധനങ്ങളിൽ നിന്ന് ഈ വസ്തുവിനെ വേർതിരിക്കുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇത്രയുണ്ടാവുമ്പോൾ വഹീന ഇതിൻ യന്തഫിഉൽ അഷ്കാലു ബിഹദാഫീരിഹി, ഇവിടെയുള്ള സംശയങ്ങൾ മുഴുവനായും നീങ്ങും എന്നർത്ഥം. എത്ര കൃത്യമായി മനസ്സിലായി എന്നെനിക്കറിയില്ല. എന്തായാലും ഒന്നും രണ്ടും തവണ ഈ ഭാഗം ഒന്ന് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഫസ്ലിനെ കുറിച്ചാണ്, ഫസ്ലിൻ്റെ തഅരീഫിനെ കുറിച്ചാണ്. ആ തഅരീഫിൻ്റെ അവസാന ഭാഗത്തെ നമ്മൾ പറഞ്ഞു
അല്ലേ? ഇൻസാന് എന്നുള്ളതിൻ്റെ ഫസിലാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നാത്തിക്ക് എന്നും പറയാം, ഹയവാനു നാത്തിക്ക് എന്നും പറയാം എന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞപ്പോൾ അവിടെ ഒരു സംശയം രൂപപ്പെട്ടു. ആ സംശയം ഇതാണ്, അയ്യു ഷെയ്ഇൻ, രണ്ട് സംശയങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, അയ്യു ഹയവാനിൻ ഹോഫി ദാത്തിഹി എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് ഹദ് വരേണ്ടി വരില്ലേ? അതുപോലെ തന്നെ ഫസലിൻ്റെ താരീഫ് ആർക്ക് കൂടി ഫിറ്റാവേണ്ടി വരും? ഹദ് താമിന് കൂടി ഫിറ്റാവേണ്ടി വരും എന്നുള്ള പ്രശ്നം. അവിടെ നമ്മുടെ ഫഖ്റുദ്ദീൻ റാസിക്ക് ഒരു സംശയം വന്നു. അത് തീർക്കാനായി ഖുതുബുദ്ദീൻ റാസി ഒരു ഉത്തരം പറയുകയാണ്. ആ ഉത്തരം പക്ഷേ നമ്മുടെ ഷാരിഹിന് ഒട്ടും തൃപ്തിയാവുന്നില്ല. അദ്ദേഹം ആ ഉത്തരത്തിന് ശേഷം പിന്നീട് മുഹക്കിഖ് തൂസിയുടെ ഒരു മറുപടി പറയാണ്. എന്താണ് ഖുതുബുദ്ദീൻ റാസി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ലൊഗത്ത നിലക്ക് അയ്യ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുമയ്യിസാണ്, തമ്മീസിനെയാണ്. അങ്ങനെയാകുമ്പോൾ പിന്നെ അത് മാഹുവ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയരുത്. സിമ്പിളായിട്ട് അതൊരു ഉത്തരമാണ് എന്ന് അംഗീകരിക്കുമ്പോഴും അതിനേക്കാൾ നല്ല ഉത്തരം എന്ന് പറഞ്ഞ് അദ്ദേഹം മുഹക്കിഖ് തൂസിയുടെ നിലപാടാണ് എടുക്കുന്നത്. രണ്ടുപേരും, ഈ ഷാരിഹും മുഹക്കിഖ് തൂസിയും ഷിയക്കാരനാണ്. അവർ പറയുന്നത്, മുഹക്കിഖ് തൂസി പറയുന്നത്, ഒരു വസ്തുവിന് ജിൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ വസ്തുവിന് ഫസലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാനേ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇൻസാന് അയ്യു ഷെയ്ഇൻ ഹുഫി ദാത്തിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യം ഇൻസാനിൻ്റെ ജിൻസായ ഹയവാനിനെ നമ്മൾ കൊണ്ടുവരണം. എന്നിട്ട് അൽ ഇൻസാനു അയ്യു ഹയവാനിൻ ഹുഫി ദാത്തിഹി എന്ന ഈ ചോദ്യം മാറ്റണം നമ്മുടെ മനസ്സിൽ. ഓക്കെ, അപ്പോൾ പിന്നെ ഉത്തരം എന്തേ വരുള്ളൂ? നാത്തിക്കെന്നേ വരുള്ളൂ. തത്വത്തിൽ അയ്യു ഷെയ്ഇൻ ഹുഫി ദാത്തിഹി എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ട് ഹയവാനു നാത്തിക്ക് എന്ന് പറയാതെ വെറും നാത്തിക്ക് എന്ന് പറയുന്നതാണ് അത്യുത്തമം. ഓക്കെ ആണല്ലോ? വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.